You're self-taught? Yeah. Well, self-taught, yes, meaning I don't have an aerospace degree. I love learning company courses and things, so I love being a student. You don't need college to learn stuff, okay? Everything is available basically for free. All learning is self-learning. ഇന്ന് കേരളത്തിൽ 3-4 വർഷം സ്പെൻഡ് ചെയ്ത് ബിടെക്കും BCA ഒക്കെ പഠിച്ചിട്ട് പോലും ഒരു IT ജോബ് മേടിക്കാൻ നമ്മൾ കഷ്ടപ്പെടുകയാണ്. ബുദ്ധിയും കഴിവും ഒക്കെ ഉണ്ടായിട്ടും വെറുതെ പാസ് ഔട്ടായി വീട്ടിലിരിക്കേണ്ടി വരിക, അല്ലെങ്കിൽ ചെറിയ ചെറിയ ജോലികൾക്ക് പോവേണ്ടി വരിക. ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ. കാരണം ഈ കോഴ്സൊക്കെ പഠിച്ചിറങ്ങുമ്പോൾ നമുക്ക് കുറച്ച് സപ്ലിയും കുറച്ച് തിയറി നോളജും കിട്ടുന്നതല്ലാതെ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്ക് വേണ്ട സ്കിൽസോ പ്രാക്ടിക്കൽ നോളജോ കിട്ടുന്നില്ല. നമ്മുടെ CV-യിൽ കാണിക്കാനൊന്നുമില്ല, നമ്മുടെ കയ്യിൽ സ്കില്ലും ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊന്നുമില്ലാതെ ഒരു കമ്പനി നിങ്ങളെ വിശ്വസിച്ച് എങ്ങനെ ഹയർ ചെയ്യും അല്ലേ? അപ്പോൾ കോളേജ് കഴിഞ്ഞിറങ്ങിയാലും നേരെ ഒരു ജോലിക്ക് കയറാൻ പറ്റുമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത അവസ്ഥയിലാണ് നമ്മുടെ നാട്ടിൽ യങ്സ്റ്റേഴ്സ് ഉള്ളത്. എന്നാൽ IT-യുമായിട്ടൊരു ബന്ധമില്ലാത്ത ഡിഗ്രി എടുത്തിട്ടും അല്ലെങ്കിൽ +2 ആയിട്ട് പോലും നല്ല പാക്കേജിൽ IT-യിൽ പ്ലേസ് ആയി പോകുന്ന ഫ്രഷേഴ്സും ഇതേ കേരളത്തിലുണ്ട്. അപ്പോൾ അവർക്ക് എന്തുകൊണ്ടാണ് 18ഉം 19ഉം വയസ്സാകുമ്പോഴേക്കും കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്? അവരുടെ അത്രയും തന്നെ കഴിവുണ്ടായിട്ടും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അതിന് പറ്റാത്തത്? നിങ്ങളുടെ കയ്യിലില്ലാത്ത എന്ത് മാജിക്കാണ് അവരുടെ കയ്യിലുള്ളത്? പറഞ്ഞുതരാം. മാജിക് ഒന്നുമല്ല, പക്ഷേ മാജിക്കിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് സ്കില്ലാണ്, ദാറ്റ് ഈസ് സെൽഫ് ലേണിംഗ്. 2025 നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കേണ്ട, നിങ്ങൾക്ക് ഏറ്റവും വാല്യുബിൾ ആവാൻ പോകുന്ന സ്കില്ലായിരിക്കും സെൽഫ് ലേണിംഗ്. ആൻഡ് അതെന്തുകൊണ്ട് എന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ കഴിയുമ്പോഴേക്കും നിങ്ങൾ ഇത്രയും കൊല്ലം എന്തൊക്കെയോ ആവണമെന്ന് വിചാരിച്ചിട്ടും എന്തുകൊണ്ടാണ് ആവാൻ പറ്റാതിരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് ഇനി എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യണത് എന്നും നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് വീഡിയോൻ്റെ എൻഡിലെത്തുമ്പോൾ ഒരു സർപ്രൈസ് അനൗൺസ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ലെറ്റ്സ് ബിഗിൻ അവർ വീഡിയോ. നമ്മളെല്ലാവരും സ്കൂളിലും കോളേജിലും ശീലിച്ചു വന്നിട്ടുള്ളത് എന്താ? ടീച്ചർ ക്ലാസ്സിലൊരു തിയറി പഠിപ്പിക്കുന്നു, അത് നമ്മൾ ശ്രദ്ധിക്കുന്നു. ടെക്സ്റ്റോ നോട്ടോ എന്തെങ്കിലും വെച്ച് പിന്നെ പഠിച്ച് നമ്മൾ പരീക്ഷ എഴുതി പാസ്സാവുന്നു, പിന്നെ പഠിച്ച് മറക്കുന്നു. പ്രാക്ടിക്കലായാലും ഇതൊക്കെ തന്നെ അവസ്ഥ. നിങ്ങളിന്ന് ജീവിതത്തിൽ ആഗ്രഹിച്ചെടുത്ത് എത്തിപ്പെടാതിരിക്കാനുള്ള മെയിൻ റീസൺ നിങ്ങൾ ചെറുപ്പം മുതലേ ശീലിച്ചു വന്ന ഈ സിസ്റ്റമായിരുന്നു നിങ്ങൾക്കറിയോ? ഇതിൻ്റെ പ്രശ്നം സിമ്പിളാണ്. ഞാനിപ്പോൾ ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി 2 വീലറിന് ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്നു എന്ന് വെക്കാം. അപ്പോൾ മാഷ് എനിക്ക് ബൈക്കിൻ്റെ മെക്കാനിസംസ് ഒക്കെ പറഞ്ഞു തന്നു. ഇങ്ങനെയാണ് ക്ലച്ച് ഇടേണ്ടത്, ഇങ്ങനെയാണ് ബ്രേക്ക് പിടിക്കേണ്ടതെന്ന് പറഞ്ഞു തന്നു. 8 ഇടാൻ പഠിച്ചു. ആൻഡ് ഗ്രൗണ്ടിലൂടെ 2 റൗണ്ട് ഓടിച്ചു. ആ നോളജ് വെച്ച് ഞാൻ പോയി ലൈസൻസ് എടുത്തു. എനിക്ക് വേണ്ട കാര്യം അവിടെ നടന്നു. പക്ഷേ ഡ്രൈവിങ്ങിനുള്ള സ്കില്ല് ഞാൻ ഡെവലപ്പ് ചെയ്തോ? ഇല്ല. അപ്പോൾ ഈ നോളജും വെച്ച് ഞാനൊരു മെയിൻ റോഡിലേക്ക് ഇറങ്ങിയുള്ള അവസ്ഥ എന്തായിരിക്കും? നല്ല തട്ട് കിട്ടും അല്ലേ? അപ്പോൾ ഇങ്ങനെ പല എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവിങ്ങിൽ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ വളരെ ഫാസ്റ്റായി വണ്ടി ഓടിക്കുന്ന ഒരു ഹൈവേ പോലെയാണ് നമ്മുടെ ഇൻഡസ്ട്രി. അവിടെ നമ്മൾ ഈ തീരെ അപ്ഡേറ്റഡ് അല്ലാത്ത സിലബസും പഠിച്ച് പരീക്ഷയും പാസ്സായി ചെന്നിട്ട് ഒരു കാര്യമില്ല. 100 മീറ്റർ പോലും പോകുന്നതിന് മുന്നേ നമ്മൾ വീഴും. ഇതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ചുരുക്കം ചില കോളേജുകളും കോഴ്സുകളും ഉണ്ട് സ്റ്റുഡൻറ്റിൻ്റെ കരിയറിൽ ഫോക്കസ് ചെയ്യുന്നതായിട്ട്. പക്ഷേ ഭൂരിഭാഗം കോളേജുകൾക്കും ഭൂരിഭാഗം കോഴ്സുകൾക്കും മാർക്കിൻ്റെയും സർട്ടിഫിക്കറ്റിൻ്റെയും പിന്നാലെ പോകാനല്ലാതെ സ്റ്റുഡൻറ്റിനെ ഇൻഡസ്ട്രിക്ക് വേണ്ടി റെഡിയാക്കാൻ പറ്റില്ല. അതിനവരെയും കുറ്റം പറയാൻ പറ്റില്ല. പീപ്പിൾ ഫിയർ ചേഞ്ച് മോർ ദാൻ എനിത്തിങ് എൽസ് എന്നാണല്ലോ. അപ്പോൾ സിസ്റ്റം മാറാൻ കാത്തു നിന്നിട്ട് കാര്യമില്ല, നമ്മൾ തന്നെ മാറണം. IT സ്കില്ലായാലും കോഡിംഗ് ആയാലും മറ്റെന്തായാലും റിയൽ വേൾഡിന് വേണ്ടി പഠിക്കണമെങ്കിൽ സെൽഫ് ലേണിംഗ് അഡാപ്റ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് സെൽഫ് ലേണിംഗ് ആൻഡ് എന്തുകൊണ്ട് നിങ്ങൾ ആ രീതിയിലേക്ക് മാറണം? സെൽഫ് ലേണിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ലോകത്തുള്ള എന്ത് കാര്യം പഠിക്കണമെങ്കിലും അത് സ്വന്തം പേസിൽ സ്വയം റിസർച്ച് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. സിമ്പിൾ. പക്ഷേ നിങ്ങൾ എത്ര വലിയ യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ പഠിക്കുന്നതിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള ടെക്നിക്കാണിത്. കാരണം ഇവിടെ തിയറിയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ആരും പറയില്ല, ആരും സ്പൂൺ ഫീഡ് ചെയ്യാനില്ല. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ പഠിക്കുന്നത് ഒരു പരീക്ഷ പാസ്സാവാൻ വേണ്ടിയായിരിക്കില്ല. ഇവിടെ നിങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ അതിൻ്റെ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസിൽ എക്സ്പേർട്ട് ആവുക എന്നുള്ളതായിരിക്കും. ബാക്കിയുള്ളവരിൽ നിന്ന് സ്പെഷ്യൽ ആവുക എന്നുള്ളതായിരിക്കും. ഇപ്പോൾ കോളേജിൽ പോവാത്ത ഡ്രോപ്പ് ഔട്ട്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ പ്രായത്തിലുള്ളവരായിട്ട് പോലും ടെക് വേൾഡിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുള്ള പേഴ്സണാലിറ്റീസിനെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അവരിന്ന് ഈ നോളജ് അക്വയർ ചെയ്തത് ബാക്കിയുള്ളവരിൽ നിന്നും യുണീക്ക് ആവുന്നത് ഒരിക്കലും ട്രഡീഷണൽ വേ ഓഫ് ലേണിംഗ് ഫോളോ ചെയ്തുകൊണ്ടല്ല. എന്ന് വെച്ചാൽ നിങ്ങൾ കോളേജിലേ പോകരുത് എന്നല്ല കേട്ടോ. കോളേജ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് അതിൻ്റേതായിട്ടുള്ള കുറച്ച് വാല്യൂസ് ഉണ്ട്. സോ ഇന്നിപ്പോൾ ഞാൻ സെൽഫ് ലേണിംഗ് സ്റ്റാർട്ട് ചെയ്താൽ എനിക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാവും? IT സ്കിൽസിൻ്റെ അല്ലെങ്കിൽ കോഡിങ്ങിൻ്റെ കണ്ടെക്സ്റ്റിൽ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, അൺലിമിറ്റഡ് ലേണിംഗ് പൊട്ടൻഷ്യൽ. ഒരു ക്ലാസ് റൂം സെറ്റപ്പിൽ നമ്മൾ കോഡിംഗ് അടക്കം എന്ത് പഠിക്കുകയാണെങ്കിലും അതിനൊരു ലിമിറ്റ് ഉണ്ട്.
ആ ടീച്ചറിൻ്റെ അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ നോളജിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. ടീച്ചർക്ക് അറിയാലോ, അല്ലെങ്കിൽ ഇത്രയൊക്കെയല്ലേ വരുള്ളൂ എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലേക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ എന്തെങ്കിലും പഠിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് ഫ്രം സ്ക്രാച്ച് സ്വയം പഠിക്കേണ്ടി വരുന്ന സമയത്ത് അവിടെ ടീച്ചേഴ്സിനെയും റിസോഴ്സസിനെയും നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് യൂട്യൂബ് ഉണ്ട്, AI ഉണ്ട്, ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്, ഇൻ്റർനെറ്റിൽ എല്ലാ റിസോഴ്സസും ഇപ്പോൾ അവൈലബിൾ ആണ്. ആൻഡ് ഒട്ടുമിക്ക റിസോഴ്സസിലും ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ തന്നെയായിരിക്കും ഇൻസ്ട്രക്ടേഴ്സായിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ എന്ത് പഠിക്കണമെങ്കിലും ഒരു ക്ലിക്കിൻ്റെ അപ്പുറത്ത് നമുക്ക് അതിനുള്ള അൺലിമിറ്റഡ് റിസോഴ്സസ് അവൈലബിൾ ആണ്. നമ്മളതിനെ പ്രയോജനപ്പെടുത്തിയാൽ മാത്രം മതി. അപ്പോൾ എന്താ ഉണ്ടാവുക, നമ്മൾ 2-3 വർഷം എടുത്ത് ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നതിനേക്കാൾ എത്രയോ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ 5-6 മാസം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ആൻഡ് ലൈഫ് ലോങ് ഇങ്ങനെ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്ന ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് റിസോഴ്സസ് അൺലിമിറ്റഡ് ആണ്, ടീച്ചേഴ്സ് അൺലിമിറ്റഡ് ആണ്, ആൻഡ് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളും അൺലിമിറ്റഡ് ആണ്. രണ്ടാമത്തെ കാര്യം നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ആവുക എന്നുള്ളതാണ്. സെൽഫ് ലേണിംഗ് ഒരിക്കലും ഒരു കംഫർട്ട് സോണിലുള്ള ലേണിംഗ് ആവില്ല. അവിടെ നമ്മൾ നമ്മളെ തന്നെ പല രീതിയിൽ ചാലഞ്ച് ചെയ്യും. മടിയുണ്ടെങ്കിലും നേരത്തെ എണീക്കാൻ പഠിക്കും, ഒരുപാട് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ പഠിക്കും, കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിക്കും. കാരണം നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ആവണം, ഇതാണ് അതിനുള്ള ലാസ്റ്റ് വഴി എന്നുള്ള ബോധമാണ് അവിടെ നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു 6 മാസമൊക്കെ ആകുമ്പോഴേക്ക് ഒരുപാട് നല്ല ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്ത് നമുക്ക് തന്നെ അത്ഭുതം തോന്നുന്ന രീതിയിൽ നമ്മുടെ പേഴ്സണാലിറ്റി മാറിയിട്ടുണ്ടാവും. മാത്രമല്ല അതിനൊപ്പം തന്നെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഒരുപാട് കൂടും. കാരണം സ്കൂൾ മുതൽ സ്പൂൺ ഫീഡിങ്ങിൽ വന്നിട്ട് ഇവിടെ ഒരു കംപ്ലീറ്റ് സ്കില്ല് ഫ്രം സ്ക്രാച്ച് സ്വയം ഡെവലപ്പ് ചെയ്ത് എടുക്കുമ്പോഴായിരിക്കും നമ്മുടെ കേപ്പബിലിറ്റീസിനെ കുറിച്ച് നമുക്ക് തന്നെ ബോധ്യം വരിക. ആൻഡ് തിയറി മാത്രമല്ല നമ്മൾ പഠിക്കുന്നത്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പ്രൊജക്ട്സ് ബിൽഡ് ചെയ്യുന്നുണ്ട്, കമ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോഡിങ് പഠിക്കുന്ന ഒരാൾ ലീഡ് കോഡിൽ ഒരുപാട് ഡെയിലി ചാലഞ്ചസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അയാൾ ചെയ്യുന്നത് വളരെ വൈഡായിട്ടുള്ള കോഡിങ് പഠിക്കുന്ന ഒരു ക്രൗഡിനോട് കമ്പീറ്റ് ചെയ്യുക, മത്സരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ സ്കില്ലിൽ, നമുക്ക് വേണ്ട സ്കില്ലിൽ ആക്ച്വലി നമ്മളൊരു എക്സ്പേർട്ട് ആവും. അതുകൊണ്ട് തന്നെ കോളേജ് കഴിഞ്ഞ് നേരെ ജോബ് ഇൻ്റർവ്യൂവിന് വന്നിരിക്കുന്ന ഒരാളെക്കാളും കോൺഫിഡൻസ് എന്തുകൊണ്ടും നമുക്കുണ്ടാവും. മൂന്നാമത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ്, ദാറ്റ് ഇറ്റ് ആക്ച്വലി ഗെറ്റ്സ് യു എ ജോബ്. സെൽഫ് ലേണിംഗ് നമുക്ക് ആക്ച്വലി ഒരു ജോലി നേടിത്തരും എന്നുള്ളതാണ്. സെൽഫ് ലേണിങ്ങിൻ്റെ ബേസിക് എന്താ? പ്രാക്ടീസിലൂടെ പഠിക്കുക, പ്രാക്ടിക്കൽ വേൾഡിന് വേണ്ടി പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് മാത്രം കയ്യിലുള്ള ഒരാളെക്കാളും വാല്യൂ ഒരു ഇൻ്റർവ്യൂവറുടെ മുന്നിൽ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ പോലും നമുക്ക് കിട്ടും. ബിക്കോസ് ഇൻഡസ്ട്രിക്ക് വേണ്ട സ്കിൽസ്, പ്രാക്ടിക്കൽ നോളജ്, യുണീക്നെസ് ഇതെല്ലാം കിട്ടണമെങ്കിൽ നമ്മളായിട്ട് തന്നെ ഒരു സ്റ്റെപ്പ് എടുത്ത് പഠിച്ചേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ജോലി കിട്ടി, കരിയർ തുടങ്ങിയെന്ന് വെക്കുക. കരിയറിൽ പ്രോഗ്രസ് ചെയ്യാൻ എന്താ വേണ്ടത്? നമ്മൾ നമ്മുടെ ഫീൽഡിൽ അപ്ഡേറ്റഡ് ആയിരിക്കണം, അല്ലേ? അതിനെന്ത് ചെയ്യണം? സ്വയം കാര്യങ്ങൾ പഠിച്ചെടുക്കണം. സോ ജോലി കിട്ടാൻ വേണ്ടി മാത്രമല്ല, കരിയറിൽ പ്രോഗ്രസ് ചെയ്യണമെങ്കിലും അങ്ങനെ നമുക്ക് വേണ്ട ആ ഒരു ഹൈറ്റ് അച്ചീവ് ചെയ്യണമെങ്കിലും സെൽഫ് ലേണിംഗ് തന്നെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു, പക്ഷേ ഇനി നല്ലൊരു സെൽഫ് ലേണർ ആവാൻ വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്നും കൂടെ പറയണമല്ലോ. പറയാനാണെങ്കിൽ നമുക്ക് ഒരുപാട് പറഞ്ഞു പോകാം, പക്ഷേ സത്യത്തിൽ 2 കാര്യം മതി: ഡിറ്റർമിനേഷൻ ആൻഡ് കൺസിസ്റ്റൻസി. ഈ 2 ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ക്വാളിറ്റീസൊക്കെ, ബാക്കി വേണ്ട ക്വാളിറ്റീസൊക്കെ നിങ്ങൾക്ക് സെൽഫ് ലേണിംഗ് തുടങ്ങുമ്പോൾ താനെ വന്നോളും, ഓട്ടോമാറ്റിക്കലി വന്നോളും. അപ്പോൾ ഡിറ്റർമിനേഷൻ എന്ന കാര്യം ഉണ്ടാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു ബോധത്തിൽ നിന്നാണ്. അധികം സമയമില്ല ഇനി നമുക്കൊരു കാര്യം ചെയ്തെടുക്കാൻ, ഇപ്പം തന്നെ നമ്മൾ തുടങ്ങേണ്ടിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ആ ഡിറ്റർമിനേഷനോട് കൂടി ആയിരിക്കണം നിങ്ങൾ നാളെ ഒരു സ്കില്ല് സ്വയം പഠിക്കാൻ തുടങ്ങേണ്ടത്. രണ്ടാമത്തെ കാര്യം കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടി വരും. കാരണം നമുക്ക് പെട്ടെന്ന് ഹാബിറ്റൊന്നും ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ആൾക്കാരല്ല, മനുഷ്യന്മാരാണ്. അപ്പോൾ ഒന്നെങ്കിൽ 21/90 ഡേ റൂള് നിങ്ങൾ ഫോളോ ചെയ്യുക. അതായത് ഒരു കാര്യം 21 ഡേയ്സ് തുടർച്ചയായിട്ട് ചെയ്താൽ അത് നിങ്ങളുടെ ഒരു ഹാബിറ്റ് ആവും. ആൻഡ് 90 ഡേയ്സ് അത് തുടർച്ചയായിട്ട് ചെയ്താൽ അതൊരു പെർമനൻറ്റ് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആവും എന്നാണ് പറയാറ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ 90 ഡേയ്സ് തന്നെ നിങ്ങൾ ഒറ്റ സ്ട്രെച്ചിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ലേൺ ചെയ്ത് പോവുക. അങ്ങനെ സെൽഫ് ലേണിങ്ങിന് ഒരു പെർമനൻറ്റ് ലൈഫ് സ്റ്റൈലാക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ 21 ഡേയ്സ് തുടർച്ചയായിട്ട് പ്ലാൻ ചെയ്ത സംഭവങ്ങളെല്ലാം ലേൺ ചെയ്യുക. അങ്ങനെ അതിൻ്റെ ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടി വരുന്നത് റിസർച്ച് സ്കിൽസാണ്. ഓരോരോ കാര്യങ്ങൾ റിസർച്ച് ചെയ്തെടുക്കാൻ ഗൂഗിളിലായാലും മറ്റ് പ്ലാറ്റ്ഫോംസിലായാലും റിസർച്ച് ചെയ്തെടുക്കാനുള്ള കഴിവ്. അതുപോലെ ടൈം മാനേജ്മെൻറ്റ്, നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ ടൈമിനനുസരിച്ച് പഠിച്ച് തീർക്കാനുള്ള കഴിവ്. അതുപോലെ ഓർഗനൈസേഷൻ സ്കിൽസ്, ഇതെല്ലാം ഈ കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് പാടുപെടേണ്ടി വരും. പക്ഷേ ഇതെല്ലാം നമ്മൾ ആ പ്രോസസ്സ് തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരും എന്നേ എനിക്ക് പറയാനുള്ളൂ.
എന്തായാലും ഡിറ്റർമിനേഷനിലും കൺസിസ്റ്റൻസിയിലും നിങ്ങൾ ഫോക്കസ് ചെയ്യുക ആൻഡ് ഒരു മോട്ടിവേറ്റഡ് മൈൻഡ് സെറ്റോടെ സെൽഫ് ലേണിംഗ് തുടങ്ങാം. ഇനി ഇതുപോലെ ബാക്കി എന്തൊക്കെ സോഫ്റ്റ് സ്കിൽസ് ആണ് നിങ്ങൾക്ക് ഇൻഡസ്ട്രിയിൽ മസ്റ്റായിട്ട് വേണ്ടി വരിക എന്നറിയണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പോയി വാച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ വീഡിയോ. സെൽഫ് ലേണിങ്ങിനെ കുറിച്ചുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മളിതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വാല്യൂ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് വേണ്ട സ്കിൽ എന്താണോ, ആ ജോബിന്, ആ കരിയറിന് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ട ആ സ്കിൽ എന്താണോ, അത് ഇന്ന് മുതൽ സ്വയം പഠിച്ചു തുടങ്ങാം. നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി ആ സ്റ്റെപ്പ് ഇന്ന് മുതൽ എടുക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ആൻഡ് ഒരു സർപ്രൈസ് അനൗൺസ്മെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു. സർപ്രൈസ് അനൗൺസ്മെൻറ്റ് വേറെ ഒന്നുമല്ല, നമ്മളിത് ഒരു വീഡിയോയിൽ ഒതുക്കുന്നതല്ല. സെൽഫ് ലേണിംഗ് എന്നുള്ള സ്കില്ല് മാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണോ, അതിന് എന്തൊക്കെ ഹെൽപ്പ് വേണോ, എന്തൊക്കെ ടൂൾസ് നമുക്ക് യൂസ് ചെയ്യാം, എങ്ങനെ അതിനെ മാസ്റ്റർ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു കംപ്ലീറ്റ് സീരീസ് തന്നെ നമ്മളിവിടെ തുടങ്ങാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പെർട്ടിക്കുലർലി അറിയണം, സെൽഫ് ലേണിംഗ് ചെയ്യുന്ന ആ പ്രോസസ്സിൽ എന്തിനെക്കുറിച്ചെങ്കിലും പെർട്ടിക്കുലർലി അറിയണം, ഡീപ്പായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ അത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇനിയും ഒരുപാട് വീഡിയോസ് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. സെൽഫ് ലേണിംഗിൽ എന്ത് കാര്യത്തിനെ കുറിച്ചാണോ ഡീപ്പായിട്ട് അറിയേണ്ടത് അത് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. വി വിൽ മീറ്റ് ഇൻ അനദർ വീഡിയോ ആൻഡ് ടിൽ ദെൻ, code your future.